ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാറോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു ഏഞ്ചൽ മെസ്സേജാണ്. നമ്മളുടെ ഏഞ്ചൽ നമുക്കായിട്ടൊരു മെസ്സേജ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മെസ്സേജ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഏഞ്ചൽ നമ്മളോട് പറയുകയാണ്, നമ്മുടെ ആൻസിസ്റ്ററിന് നമ്മളോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹമുണ്ട്. നമ്മളുടെ അടുത്തൊരു മെസ്സേജ് എത്തിക്കാൻ നമ്മളുടെ ഫീമെയിൽ ആൻസിസ്റ്റർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഫീമെയിൽ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പൂർവികരായ സ്ത്രീകൾ. സാധാരണ എപ്പോഴും നമ്മൾ മെയിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് പറയാറുള്ളൂ. നമ്മൾ പൂർവികരായ സ്ത്രീകളെ കുറിച്ച് നമ്മൾ അങ്ങനെ അധികം പറയാറില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു റീഡിങ്ങിൽ നമ്മളുടെ ഒരു ഫീമെയിൽ ആൻസിസ്റ്ററിന് നമ്മളോടൊരു മെസ്സേജ് എത്തിക്കുവാൻ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അവരെന്താണ് പറയുന്നത് എന്നറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സോട്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ പറയുകയാണ്, നിങ്ങളുടെ ഒരു ഫീമെയിൽ ആൻസിസ്റ്ററിന് നിങ്ങളോട് അടുത്ത് ഒരു മെസ്സേജ് എത്തിക്കുവാൻ ആഗ്രഹമുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്. ഇപ്പം അടുത്ത കാർഡ് നമുക്ക് നോക്കാം. എന്ത് മെസ്സേജാണ് അവർ നമ്മളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതായത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അന്വേഷണം ഉണ്ടല്ലോ, സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആൻസറും ആവശ്യമാണ്, അല്ലേ? നമ്മളൊരു പല പല ക്വസ്റ്റ്യൻസ് നമ്മളുടെ മനസ്സിലുണ്ടാവും എങ്കിൽ ആ ആൻസേഴ്സ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പം അതിന് വേണ്ടുന്ന ആൻസേഴ്സ് നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ആ സമീപനത്തിൽ നിങ്ങൾ ശാന്തതയും സത്യസന്ധതയും പുലർത്തുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അതായത് ഈ സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണത്തിൽ നിങ്ങൾ സത്യവും ശാന്തതയും നിങ്ങളുടെ സമീപനത്തിൽ ഉറപ്പ് വരുത്തണം. സമീപനത്തിൽ നിങ്ങൾ പുലർത്തുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ ആൻസിസ്റ്റർ നമ്മളോട് പറഞ്ഞു തരുന്നത്. അടുത്തതെന്ന് പറയുന്നത്, അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് വൺസ് ആണ്. നിങ്ങൾ ലൈഫിൽ അനുഭവിച്ച എല്ലാ തിരിച്ചടികളും അതുപോലെ തന്നെ എല്ലാ നിരാശകളും അവർക്കറിയാം. അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അവർക്കറിയാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗ്ലിങ്സും അവർക്കറിയാം. നിങ്ങളുടെ ലൈഫിൽ പക്ഷേ അവർ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗ്ലിങ്സും എല്ലാം നിങ്ങളുടെ കറണ്ട് ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് അറിയുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ നോക്കരുത്. അത് പരിപൂർണമായും യൂസ് ചെയ്യണം എന്നാണ് അവരിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളുടെ ആൻസിസ്റ്റർ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി, നിങ്ങളുടെ ഗോൾസിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. കാരണം അത് നിങ്ങളുടെയാണ്. ഡ്രീംസും ഗോൾസും എല്ലാം നിങ്ങളുടേതാണ്. അത് നിങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്തേ മതിയാവും. അപ്പോൾ അതിന് വേണ്ടുന്ന സമയം നിങ്ങൾ കണ്ടെത്തിയേ മതിയാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഗോൾസ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നോക്കുക. അടുത്ത വർഷം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ആദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അല്ലാതെ നമുക്കിപ്പോൾ 10 കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാവും നെക്സ്റ്റ് ഇയറിൽ, അല്ലേ? അപ്പം നമ്മളിപ്പോൾ അതിൽ പ്രാധാന്യം കുറഞ്ഞത് ആദ്യവും പ്രാധാന്യം കൂടിയത് ലാസ്റ്റും എഴുതിയിട്ട് കാര്യമില്ല. പ്രാധാന്യം കൂടിയതിനെ അനുസരിച്ച് 1, 2, 3 എന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഏത് ആദ്യം നേടണം, ഏത് നമുക്ക് ലാസ്റ്റ് നേടിയാലാണ് കുഴപ്പമില്ലാത്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം തീരുമാനിച്ച്
നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങളുടെ ഗോള് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഉള്ള സമയവും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുക. പുതിയ ഫിനാൻഷ്യൽ ബിഗിനിങ്സും പ്രോസ്പെറിറ്റിയും നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാധ്യതകളെല്ലാം യൂസ് ചെയ്യണം, പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂട്ടണം. നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്താണെന്ന് നോക്കണം. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നാണ് ഈ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ആൻഡ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.